Francis George ji, CP Matthew ji, Joy Vetikuzi ji, MJ Jacob ji, senior leaders on the dais, our candidates Roy Paulos ji, Syriac Thomas ji, Venu Senapati ji, John Joseph ji, F Raja ji, brothers and sisters, Congress and UDF workers, friends from the media, I'd like to welcome all of you here today. ഈ വേദിയിലെ ഏറ്റവും സമന്നതരായ നേതാക്കന്മാരെ, ഇവിടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ശ്രീ റോയ് കെ പൗലോസ്, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, അഡ്വക്കേറ്റ് വേണു സേനാപതി. Don't need to repeat name, just welcome. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന UDF-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, this election seems to be between LDF and UDF, but there is actually a hidden reality in this election. ഈ തെരഞ്ഞെടുപ്പ് പുറത്തുനിന്ന് കാണുമ്പോൾ UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. The hidden reality is that the LDF is being fully supported by the RSS, the BJP and the Prime Minister of India. ആ ഒളിഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ എതിരാളിയായ LDF BJP-യുടെയും RSS-ന്റെയും നരേന്ദ്രമോദിയുടെയും പരിപൂർണ പിന്തുണയിലാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. So it's interesting that the left parties are being supported by the extreme right party in India. അതുകൊണ്ട് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ നാട്ടിലെ ഇടതുപക്ഷ പാർട്ടി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് മത്സരിക്കുന്നത് എന്നതാണ്. The BJP attacks minorities across the country, burns churches in Manipur, attacks Kerala nurses in Chhattisgarh, and yet it is supporting the LDF, and the LDF is happily taking the support. ഇവിടെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ LDF-നെ പിന്തുണയ്ക്കുന്ന BJP ഈ രാജ്യത്ത് മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ വേട്ടയാണ് നടത്തുന്നത്. മണിപ്പൂരിലെ പള്ളികൾ മുഴുവൻ തകർക്കുന്ന BJP, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ നമ്മുടെ കന്യാസ്ത്രീകളെ ഉപദ്രവിക്കുന്ന, ജയിലിലടയ്ക്കുന്ന BJP. പക്ഷേ അവർ ഈ സംസ്ഥാനത്ത് LDF-നെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. And the reality is that the left front is no longer a left party. ശരിക്കുമുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നവര് ഇടതുപക്ഷമല്ലാതെയായി മാറിയിരിക്കുന്നു. It has become a corporate party just like the BJP. അവർ BJP-യെ പോലെ ഒരു കുത്തകവൽകൃത പാർട്ടിയായി ഇന്ന് LDF മാറിയിരിക്കുകയാണ്. Wherever Narendra Modi goes, he talks about religion, temples, gods. നരേന്ദ്രമോദി എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം അദ്ദേഹം മതത്തെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചുമാണ് വാചാലനാവുന്നത്. But when he comes to Kerala, he does not speak about the gold stolen from Sabarimala temple. പക്ഷേ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പരിപാവനമായ ശബരിമല ക്ഷേത്രത്തിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. He does not speak about the gold. He does not speak about the gold stolen from Ayyappa ji. അദ്ദേഹം അയ്യപ്പന്റെ സ്വർണം കട്ടതിനെ കുറിച്ച് അദ്ദേഹം ഒരക്ഷരം ഇവിടെ വരുമ്പോൾ മിണ്ടുന്നില്ല. There are also no CBI, no ED interrogations of the chief minister and his family. അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയും കുടുംബത്തിനുമെതിരെ CBI-യുടെയോ ED-യുടെയോ ഒന്നും ഒരു അന്വേഷണം പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. And the reason is they are partners. അതിന്റെ കാരണം അവർ യഥാർത്ഥത്തിൽ ഒരുമിച്ചാണ് എന്നുള്ളത്, അവർ പങ്കാളികളാണ് എന്നുള്ളതാണ്. And frankly, I'm not saying it. LDF workers, LDF leaders are saying it. In the last meeting, there was a senior LDF minister, ex-minister, who was on our stage. Their candidates are fighting, supported by the UDF. So it's very clear
to LDF workers and leaders that the LDF is no longer the LDF. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, മറിച്ച് ഇന്ന് CPM നേതാക്കന്മാർ പോലും പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രചരണത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ UDF പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ഒരു CPM പഴയ പ്രവർത്തകൻ നേതാവുണ്ടായിരുന്നു. അദ്ദേഹം പോലും മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം പോലും പറയുകയാണ് ഇന്ന് LDF ഇടതുപക്ഷമല്ലാതെയായി മാറിയിരിക്കുന്നു എന്നുള്ളത്. If it was in fact the left, workers, plantations would not be suffering. അവര് ഇടതുപക്ഷമായിരുന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പ്ലാന്റേഷൻ തൊഴിലാളികൾ അതുപോലെ തന്നെയുള്ള കർഷകർ ഒരിക്കലും ദുരിതത്തിലാവുകയില്ലായിരുന്നു. Tea, rubber, cardamom, all these are declining rapidly in Kerala. ഇന്ന് കേരളത്തിൽ ഏലം, അതുപോലെ തന്നെ തേയില, അതുപോലെ തന്നെ റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക മൂല്യങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. In the last election, the LDF promised to raise rubber MSP to 250 rupees. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് LDF റബ്ബർ വില, അടിസ്ഥാന റബ്ബറിന്റെ വില, താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. They didn't fulfill the promise. പക്ഷേ അവർ ആ വാഗ്ദാനം പാലിച്ചില്ല. And now the BJP controlled rubber board is unwilling to raise the MSP to 300. പക്ഷേ ഇപ്പോ BJP നിയന്ത്രിക്കുന്ന റബ്ബർ ബോർഡ് ആ റബ്ബറിന്റെ താങ്ങുവില 250 ആക്കി ഉയർത്തുന്നതിൽ താല്പര്യമില്ലാതിരിക്കുകയാണ്. Thousands and thousands of families have been denied pattas, pattayams, land rights by the LDF government. ഈ LDF ഗവൺമെന്റ് സർക്കാർ ആയിരക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ ഭൂമിയുടെ പട്ടയം നൽകുന്നതിന് നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. They cannot construct or cultivate because they do not have rights on their own land. അവർക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ കാർഷിക വൃത്തിയോ നടത്താൻ കഴിയുന്നില്ല. കാരണം അവർക്ക് അവരുടെ സ്വന്തം ഭൂമിയിൽ അവകാശമില്ലാതെയായിരിക്കുന്നു. And the healthcare system of Kerala is also collapsing. അതുപോലെ തന്നെയാണ് കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ന് പരിപൂർണ തകർച്ചയിലായി മാറിയിരിക്കുകയാണ്. There's not a single super specialty hospital in Idukki. ഇന്ന് ഇടുക്കിയിൽ ഒരൊറ്റ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഈ നാടിനുള്ളത്. And people are being forced to visit Kottayam and Ernakulam for emergency. ഇവിടുത്തെ മനുഷ്യർ കോട്ടയം മെഡിക്കൽ കോളേജും എറണാകുളവും ഉൾപ്പെടെ ആശ്രയിക്കുന്നതിന് വേണ്ടി നിർബന്ധിതരായിരിക്കുകയാണ്. So which left party would do this? ഏത് ഇടതുപക്ഷ പാർട്ടിയാണ് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുക? Only a corporatist partner of the BJP would do this. BJPയുടെ കുത്തകളുടെ പങ്കാളികൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ കേരളത്തിൽ ചെയ്യാൻ സാധിക്കുക. And that is exactly what they're doing. അത് തന്നെയാണ് ഇന്ന് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നതും. Even if you look at the employment situation in Kerala, 1 out of 3 youth in Kerala is unemployed. ഇന്ന് കേരളത്തിലെ തൊഴിൽ അവസരങ്ങളെ കുറിച്ച് നോക്കിയാൽ 1/3 യുവാക്കൾക്ക് ഇന്ന് തൊഴിലില്ലാത്ത സാഹചര്യമാണുള്ളത്. And if you want a job, you have to be affiliated to the CPM or the left front. അവർക്ക് ജോലി ലഭിക്കണമെങ്കിൽ CPM-ന്റെയോ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കാൻ മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ എന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ. Young people who are not affiliated to the left front cannot get a job in Kerala. They have to go overseas. ഇടതുപക്ഷത്തോട് എതിർത്ത് നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് ഇന്ന് കേരളത്തിൽ ജോലി നിഷേധിക്കപ്പെടുകയാണ്. അവർക്ക് ഇന്ന് കടൽ കടന്ന് പോകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. And of course, Kerala is now leading the country in drugs. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു വിപത്ത് ഇന്ന് കേരളം ഇന്ന് രാജ്യത്തെ ലഹരിയിൽ ഏറ്റവും മുൻപന്തിയിലായി മാറിയിരിക്കുകയാണ്. All these issues reflect the failure of the left front. ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. In Delhi, their partner Narendra Modi is playing havoc. ഇന്ന് ഡൽഹിയിൽ നരേന്ദ്രമോദി ഇവിടെ പങ്കാളിയായ നരേന്ദ്രമോദി ഇതേ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. He is fully controlled by Donald Trump. അദ്ദേഹം പരിപൂർണമായി ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിയന്ത്രണത്തിലാണ്. If Donald Trump says jump, Narendra Modi jumps up. ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയോട് ചാടാൻ പറഞ്ഞാൽ അദ്ദേഹം ചാടുന്ന അവസ്ഥയിലാണ് If ഇന്നുള്ളത്. he says lie down, Narendra Modi lies down. ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയോട് കിടക്കാൻ പറഞ്ഞാൽ അദ്ദേഹം കിടക്കും. And if he says go to Israel, Narendra Modi flies to Israel.
1999 राष्ट्र सबसे पहले